ഇതുപോലെയൊക്കെ ചോദിക്കണം. പെൺപിള്ളേരോടൊക്കെ ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ കൊണ്ടാക്കിക്കോട്ടെ, വീട്ടിൽ കൊണ്ടാക്കണം, ട്രെയിനിൽ നിന്ന് അടുത്ത് നിങ്ങളുടെ സ്റ്റോപ്പിൽ കൊണ്ടാക്കാം, സേഫാക്കി കൊണ്ടാക്കി തരാം. നിങ്ങളെന്താടാ ചോദിക്കാത്ത? ഇങ്ങനെയൊക്കെ ചോദിച്ചെങ്കിൽ നിങ്ങൾക്ക് പെൺപിള്ളേരൊക്കെ വളയില്ലേ? നിങ്ങളിങ്ങനെ മൊബൈലിൽ തണ്ടിയിരിക്കും. റീൽസ്. ഒരു പെണ്ണിരിക്കുകയാണെങ്കിൽ നോക്കാൻ സമയം വേണ്ട. എന്നിട്ട് പെണ്ണ് കിട്ടാനല്ല പോലും മാർക്ക് പെണ്ണ് കിട്ടാനല്ല, നോക്കിയിട്ടുണ്ടെ പെണ്ണ് കിട്ടാനായിട്ട്. ആ ചന്തമ്പാട് ഇമ്രാൻ എന്നെ നോക്കി ട്യൂൺ ചെയ്തേക്കുന്നത് എനിക്ക് മനസ്സിലായില്ല, അത് ട്യൂണാണെന്ന് പോലും എനിക്ക് പൊതുവെ മനസ്സിലാവാറില്ലല്ലോ. അപ്പോൾ ഇമ്രാൻ പിന്നെ എനിക്ക് മനസ്സിലായി. ഇമ്രാൻ എൻ്റെ ബാഗ് എടുത്ത് മുകളിൽ വെച്ച് തന്നല്ല. ഇമ്രാൻ എൻ്റെ ബാഗ് എടുത്ത് ഇമ്രാൻ മുകളിൽ വെച്ചു. ഞാൻ പറഞ്ഞു, ഇമ്രാൻ ഞാൻ നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങി കോയമ്പത്തൂർ. അങ്ങനെ ഇമ്രാൻ എനിക്ക് ബാഗ് എടുത്ത്, ഇമ്രാനാണോ ഞാനാണോ എടുത്ത് തന്നിട്ട് ഉറക്കപ്പിച്ചിലൊന്നും മനസ്സിലായില്ല. ബാഗ് എടുത്ത് താഴെ ഞാൻ ഇറങ്ങാൻ നേരത്ത് കുറച്ച് ഗ്യാങ് ഉണ്ടായിരുന്നു. പിന്നെ ഇമ്രാൻ്റെ അമ്മയും സിസ്റ്ററും ഒന്നും ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇമ്രാൻ ഞാൻ കൊണ്ടാക്കണോ കണ്ണൂരെന്ന്. എന്ത് പാവാട നായിക്ക്. പിന്നെ നിങ്ങളൊക്കെ ഇതുപോലെ ചോദിക്കണം കേട്ടോ, എന്നാലേ വല്ല പെൺപിള്ളേരൊക്കെ ലൈനാവുള്ളൂ. ഞാൻ പറഞ്ഞു വേണ്ട ഇമ്രാൻ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇമ്രാൻ പറഞ്ഞു എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു, ഇൻസ്റ്റഗ്രാം തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യൂട്യൂബറാന്ന് പറഞ്ഞു. യൂട്യൂബൊക്കെ കൊടുത്തു. ആൾ എന്നോട് പറഞ്ഞു അവൻ്റെ ഫോളോവറൊക്കെ ആക്കി തരാമെന്ന് പറഞ്ഞു. അതിലൊരു ചെക്കൻ പറഞ്ഞു പൈസ തന്നാൽ, ഞാൻ ചോദിച്ചു റീൽസ് എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അപ്പോൾ അതിൽ കൂട്ടത്തിലുള്ള ചെക്കൻ പറഞ്ഞു പൈസ തന്നാൽ റീൽസ് എടുക്കാമെന്ന്. ഞാൻ പറഞ്ഞു പോടാന്ന് പറഞ്ഞു, എനിക്ക് പൈസ തരില്ല എന്ന് പറഞ്ഞു. പിന്നെ നിൻ്റെ റീൽസ് എനിക്ക് വേണ്ടടാന്ന് പറഞ്ഞു. അപ്പോൾ ഇമ്രാൻ പറഞ്ഞു എടുത്തോന്ന് പറഞ്ഞു. ഞാൻ എടുത്തില്ല. പിന്നെ അതൊരു ഇഷ്യൂ ആവണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. എന്നിട്ട് ഞാൻ കോയമ്പത്തൂർ ഇറങ്ങിയിട്ടാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇവരെല്ലാവരും കൂടെ എന്നെ അങ്ങൻ്റെ ഗുജറാത്തിൽ കൊണ്ടുപോകുന്നു. കാരണം രണ്ടും വേറെ വേണം. ഒറീസ വേറെ, ഇവരെവിടെയാണ് ബംഗാൾ വേറെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുടെ ചീഫ് മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ അപ്പോൾ അവരെല്ലാവരും കറക്റ്റായിട്ട് പറഞ്ഞു. നിങ്ങൾ ആരോടെയും ചോദിച്ചു കഴിഞ്ഞാൽ പറയുവാടാ ചീഫ് മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ ഒറ്റ എണ്ണത്തിന് അറിയുണ്ടാവില്ല. ഒന്നത് ഈ സി ബി സി സ്റ്റുഡൻറ്റിനും ഒട്ടും അറിയുണ്ടാവില്ല ആരാണ് ചീഫ് മിനിസ്റ്റർ എന്ന് ചോദിച്ചാൽ അവർ വേറെ ആരെങ്കിലും പേര് പറയുമായിരിക്കും. പണ്ട് ജവഹർലാൽ നെഹ്റു എന്നവരെ പറഞ്ഞോളെ. എനിക്കൊക്കെ ഈയിടയ്ക്ക് അറിയുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാനും പറഞ്ഞില്ല. മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ ഞാനും പറയുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ലോണം അറിയാം. നല്ല GK സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. പിന്നെ അതുകൊണ്ട് ഞാൻ പറയാം. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവരെല്ലാം ഒരേപടി പറഞ്ഞു മമത എന്ന് പറഞ്ഞു. ഞാൻ ഇനി സത്യമാണോ എന്നറിയാൻ സെർച്ച് ചെയ്തു. കാരണം അവർ IQ ലെവലുണ്ട്, നല്ല ബുദ്ധി, അവർക്ക് ടാലൻറ്റഡ് ആണ്, മനസ്സിലായ. പിന്നെ അവരിവിടെ വന്നിട്ട് എല്ലാ പണികളും എടുക്കുന്നില്ല. സത്യമായിട്ടും അതെ, അവർ അടിപൊളിയായിട്ട് പണിയെടുക്കും ഏൽപ്പിച്ച് കഴിഞ്ഞാൽ. പിന്നെ നിങ്ങളെ ഏൽപ്പിച്ചാൽ നിങ്ങൾ ഒരു പണി